രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളും വിവാദങ്ങളും ടെസ്റ്റുകളും നിറഞ്ഞു നിന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ 27 ദിവസത്തെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശം. UDF, LDF, NDA മുന്നണികളുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളും തങ്ങളുടേതാക്കാൻ മത്സരിക്കുകയായിരുന്നു മുന്നണികൾ. കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് മുന്നണി സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയും പ്രകടനങ്ങളും പാലക്കാട് നഗരത്തിൽ ആവേശക്കടൽ തീർത്തു. നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ബുധനാഴ്ച ജനം വിധിയെഴുതും. വിവരങ്ങളുമായി നമുക്കൊപ്പം അല്ലമീനുണ്ട്, റോഷിബാലുണ്ട്, ദീപക് മലയമ്മയുണ്ട്. ആദ്യം പോകുന്നത് അല്ലമീനിലേക്കാണ്. അല്ലമീൻ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പൂരമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആന ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ കുടമാറ്റം വരെ ഉണ്ടായിരുന്നു. UDFന്റെ രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം എഴുതിവെച്ച ആ കുടകൾ വരെ നമ്മൾ കണ്ടു. UDF ക്യാമ്പ് ഈ കൊട്ടിക്കലാശത്തെ എങ്ങനെയാണ് കളറാക്കിയത് അല്ലമീൻ? കഴിഞ്ഞ 1.5 മാസത്തെ പ്രചരണ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. എല്ലാ അടവുകളും പയറ്റിക്കൊണ്ടാണ് മുന്നണികൾ, പ്രത്യേകിച്ച് UDF ഉൾപ്പെടെ കളം നിറഞ്ഞു കളിച്ചത്. UDFനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ്. അത് പിടിച്ചെടുക്കുന്നതിന് BJPയും LDFും ഓരോ ദിവസവും തൊടുത്തുവിട്ട ആയുധങ്ങൾ, അമ്പുകൾ അനവധിയാണ്. അതിൻ്റെ ആഘാതം പല രീതിയിൽ UDF അനുഭവിക്കുകയും അതിനെ പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രചരണ കാലയളവും അതുപോലെ തന്നെ കലാശക്കൊട്ടും കുറച്ചുകൂടി കളറാക്കാൻ അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരെ കളത്തിലിറക്കിക്കൊണ്ടാണ് ഇന്ന് ആ രംഗം UDF ക്യാമ്പ് കൊഴുപ്പിച്ചത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണ ഈ കലാശക്കൊട്ടൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രത്തിലേക്ക് വന്ന് കൂടുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഇന്നിപ്പോൾ ഒലവക്കോട് നിന്ന് സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനം ആരംഭിച്ചപ്പോൾ തന്നെ, റോഡ് ഷോ ആരംഭിച്ചപ്പോൾ തന്നെ ആയിരക്കണക്കിന് പ്രവർത്തകർ ആ റോഡ് ഷോയെ അനുഗമിച്ച് ഏതാണ്ട് 15 കിലോമീറ്റർ താണ്ടി യാത്ര ചെയ്തു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഘടകം. അങ്ങനെ ഈ പ്രവർത്തകരെയും കൊണ്ടൊരു അലകടൽ ഇളകി വരുന്നത് പോലെയാണ് UDFന്റെ റോഡ് ഷോയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കലാശക്കൊട്ട് നടക്കുന്ന പ്രധാന കേന്ദ്രത്തിലേക്ക് വന്നത്. അവിടേക്ക് വരുമ്പോൾ അറബിക്കടൽ സംഗമിക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ വലിയ ഒരു ജനക്കൂട്ടത്തിലേക്കാണ് അവർ വന്ന് അലിഞ്ഞു ചേർന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം. രാഹുലിന്റെ ഈ യാത്രയെ അനുഗമിച്ച് പിഷാരടി ഉണ്ടായിരുന്നു. പിഷാരടി തന്നെയായിരുന്നു പ്രധാന കഥാപാത്രം, അല്ലെങ്കിൽ പ്രധാന കേന്ദ്ര ബിന്ദു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോയിൽ. ഒപ്പം സന്ദീപ് വാര്യർ, മുനവ്വർ അലി തങ്ങൾ, ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ യാത്രയെ അനുഗമിക്കുകയും ചെയ്തു. വലിയ ആവേശം അവർക്ക് തീർക്കാനായി എന്നുള്ളത് ഉറപ്പാണ്. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള, മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള പ്രവർത്തകർ എത്തി എന്നുള്ളത് വലിയ തരത്തിൽ ആവേശം കളറായിരുന്നു എന്ന് തന്നെയാണ് അല്ലമീൻ പറയുന്നത്. ഇനി റോഷിബാലിലേക്കാണ്. റോഷിബാൽ, LDF ക്യാമ്പിന്റെ കൊട്ടിക്കലാശം എങ്ങനെയായിരുന്നു? പോരാട്ട ചൂട് ഏറ്റവും കൂടുതൽ കണ്ട മണ്ഡലമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ. അത് നമ്മൾ ഈ കൊട്ടിക്കലാശത്തിലും ആ പോരാട്ട വീര്യം ഇവർ കാത്തു സൂക്ഷിച്ചോ റോഷിബാൽ? റോഷി, 1 മാസം നീണ്ട വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ ഇന്ന് കൊട്ടിക്കലാശത്തിൽ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്ന തരത്തിലാണ് LDFന്റെ പ്രകടനമുണ്ടായിരുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P സരിൻ, മന്ത്രി MB രാജേഷ് ഒരു സൈഡിലും മറു സൈഡിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെ അണിനിരത്തിയായിരുന്നു റോഡ് ഷോ. അതിനൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ മുഴുവൻ LDF നേതാക്കളും ഇതിന് പിന്നിൽ അണിനിരന്നു. ബാൻഡ് വാദ്യമേളങ്ങളും DJയും അടക്കം ഏറ്റവും വലിയ രീതിയിൽ പ്രവർത്തകരുടെ പങ്കാളിത്തമുള്ള രീതിയിലായിരുന്നു കൊട്ടിക്കലാശം ഉണ്ടായിരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുക്കിയതിൻ്റെ ആത്മവിശ്വാസം LDFന്റെ കൊട്ടിക്കലാശത്തിൽ കൃത്യമായി പ്രകടമായിരുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ P സരിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസവും വിലയിരുത്തലും LDF കേന്ദ്രങ്ങൾക്കുണ്ട്. ഈ തവണ സരിനിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് CPM നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് CPM സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി MB രാജേഷ് ചുമതല ഏറ്റെടുത്ത മണ്ഡലത്തിൽ മുഴുവൻ സമയം തുടർന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. നേരത്തെ വ്യത്യസ്തമായ പ്രതീക്ഷകൾ അവർക്കുള്ളതായിരുന്നു. ഇനി ദീപക് മലയമ്മയുണ്ട്. NDA ക്യാമ്പിൽ എന്താണ് സംഭവിച്ചത്? ദീപക്, ഈ കൂറുമാറുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്ന കൗൺസിലർമാരെ ഒരു വശത്ത്, മറ്റൊരു വശത്ത് ശോഭാ സുരേന്ദ്രനെയൊക്കെ അണിനിരത്തി സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടു. ന്യൂജൻ പാട്ടുകൾക്കൊപ്പം താളം പിടിക്കുന്ന സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടു. NDA ക്യാമ്പിന്റെ ആവേശം എത്രത്തോളമായിരുന്നു ദീപക്? റോഷിനി, NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഇന്നത്തെ കൊട്ടിക്കലാശം വലിയ രീതിയിൽ ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കൗൺസിലർമാരുൾപ്പെടെ മറുകണ്ഠം ചാടിയേക്കാമെന്നുള്ള ചില പ്രചാരണങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാകുന്നു. അതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ അത് തടയിടാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. അതിനപ്പുറത്ത് ഇന്ന് രാവിലെ തന്നെ മുഴുവൻ കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ഒരു പ്രകടനം നടത്തുന്നതുൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ വൈകിട്ട് ഈ കൊട്ടിക്കലാശത്തിന്റെ സമയത്തും മുഴുവൻ കൗൺസിലർമാരെയും അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കൊട്ടിക്കലാശം
കൊട്ടിക്കലാശത്തിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ NDA ക്യാമ്പ് പൂർത്തിയാക്കിയത്. ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ ഈ പരിപാടിയുടെ ഭാഗമാകുന്നത് നമ്മൾ കാണുകയും ചെയ്തു. കെ സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് NDA ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. സന്ദീപ് വാര്യർ വിഷയം ഒരു ഘട്ടത്തിൽ വന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് NDAയും BJPയും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ സന്ദീപ് വാര്യർ പിന്നീട് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയതോടുകൂടി കാര്യങ്ങൾ NDAക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുകയും ചെയ്തത്. പ്രത്യേകിച്ച് മൂത്താൻതറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ഒരുപക്ഷെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ സന്ദീപ് വാര്യർക്ക് സാധിക്കും എന്ന തരത്തിൽ ചില വിശദാംശങ്ങൾ നൽകിയത്. 3 മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം വലിയ പ്രതീക്ഷയിലാണ്. എന്നാൽ ജനവിധി അറിയുമ്പോൾ നമുക്കറിയാം ആര് പാലക്കാടൻ തേരിലേറുമെന്ന്.